ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാം. അതുപോലെ സബ് ചെയ്യാതെ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വേറൊന്നുമല്ല, 21 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വാടക വീടിനോട് ഗുഡ് ബൈ പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്, വീടിരിക്കാൻ പോവുകയാണ്, പുതിയ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ വീട് പണി അധികം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും ഇപ്പോഴത്തെ ചെറിയൊരു സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തീരുമാനിച്ചതാണ് നമുക്ക് വീട്ടിൽ പോവാന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മാസത്തെ വാടക കൊടുക്കണ്ടല്ലോ. വാടക ഉണ്ട്, കറണ്ട് ബില്ല്, വെള്ള ബില്ല്, അങ്ങനെയൊക്കെ ഓരോരോ എക്സ്പെൻസ് മാസം മാസം വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെതൊക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ വീട് പണി കഴിയാത്ത വീട്ടിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ താമസിച്ച് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ വീടാകുമ്പോൾ വേണ്ടിയതും വേണ്ടാത്തതൊക്കെ അടുക്കി പെറുക്കി അങ്ങനെ വയ്ക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കുകയാണ് കേട്ടോ. വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ 2 ദിവസം മുന്നേ കുറച്ച് സാധനങ്ങൾ ഒതുക്കിയിരുന്നു. ഓരോ ദിവസവും ഓരോന്നങ്ങനെ ചെയ്യാണ് കേട്ടോ. ഒന്നിച്ചങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് രാവിലത്തെ ഈ അടുക്കളയിലത്തെ ജോലി നോക്കണം, ഒക്കെപ്പാടെ ആകുമ്പോൾ എങ്കിലും ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ടൈം തന്നെ തീരല്ല, ചിലപ്പോൾ 5 മണിയൊക്കെ ആവും കേട്ടോ. നമ്മൾ അലക്കലും കുളിയൊക്കെ കഴിയുമ്പോഴത്തേനും 5 മണിയാവും. അപ്പോൾ ഇന്നിപ്പോൾ കാക്കു കൂടെ ഉണ്ട് കേട്ടോ. കാക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അവർ ഓരോരോ പണികൾ അവിടെ ഇങ്ങനെ ഡിഷ് അയച്ചിട്ടും ടി വി നമ്മൾ ഫിറ്റ് ചെയ്ത ഡിഷ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അയച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു അലമാറുണ്ട് കേട്ടോ. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അലമാറായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റാതെ അവിടെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതിലത്തെ തുണികളും സാധനങ്ങളും ഒക്കെ അങ്ങോട്ട് വലിച്ചിട്ട് കുറേ നമ്മൾ ഹരിതകർമ്മ സേനകൾക്ക് വേണ്ടിയിട്ട് കുറേ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ. അതിന് ശേഷം ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമുക്കത് വല്ല ആക്രിക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല, ആ കോലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാലം അത് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത്. അതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അത് ആവശ്യമില്ല. എന്താ വെച്ചാൽ അവിടെ ഫുള്ള് ചുമരുമുള്ള അലമാര സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഇനി അവിടെ പോയിട്ട് ഡോറ് വെക്കാണ്ട് കേട്ടോ. അപ്പോൾ ഡോറൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഇങ്ങനെ സാവധാനം ഓരോ പണികളിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇരുന്നിട്ട് കാല് നീട്ടാന്ന് ഒരു പറച്ചിലുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ സാധനങ്ങൾ വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. അതൊക്കെ കൊടുക്കാനുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഡിഷൊക്കെ അയച്ച് കാക്കും മോനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ആകുന്ന പണികളൊക്കെ അവനും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പണി ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ആട്ടി വിട്ടു കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുക്കിംഗ് പരിപാടികൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, ചോറുണ്ട്, അതുപോലെ തലേ ദിവസം വെച്ച വെണ്ടക്ക പുളിയിട്ട കറി ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് തന്നെ മര്യാദക്ക് ചോറും കറിയൊന്നും വെച്ച് കൊടുക്കാനും കൂടി ഇപ്പോൾ ടൈം കിട്ടണില്ല. എന്താ വെച്ചാൽ രാവിലെ വേഗം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ മാസം തന്നെ പോകണം കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ 30-ാം തീയതി ആകുമ്പോഴത്തേനും നമ്മൾ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി ഒതുക്കി റൂം കാലിയാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് നീണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ മാസത്തെ വാടകയും കൂടെ കൊടുക്കേണ്ട അത് വരും. അപ്പോൾ ഇവിടെ കാക്കുവിന് പറ്റിയ കുറേ സാധനങ്ങൾ, അവരെ പണി സാധനങ്ങളൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചെടുക്കേണ്ടോ. അതൊക്കെ ഞാനിങ്ങനെ ഓരോ സമയം കിട്ടുമ്പോൾ ആക്കി വെക്കുന്നതാണ്. പിന്നെ കുറേ പാൻറ്റുകൾ കേട്ടോ, മക്കളെ ചെറിയ കുട്ടിക്കാലത്തുള്ള പാൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലമാരയിൽ. അതൊക്കെ പുറത്ത് വെച്ച് തുണികളൊക്കെ വെച്ചത് അലമാരൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കണം. അവിടെ ഒരു തട്ട് താന്ന് നിൽക്കുന്നത് മക്കൾ ചെറിയതാകുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറും കേട്ടോ. അതിൽ കയറിയിട്ടാണ് അവർ ഡ്രസ്സൊക്കെ എടുക്കുക. അങ്ങനെ അത് ആയതാണ്. പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ അടുക്കളയും കൂടെ ഒന്ന് ഒതുക്കാണ്ട് റാക്കിലും എല്ലായിടത്തും കുറേ സാധനങ്ങൾ, പഴയ സാധനങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ എല്ലാതും ഒതുക്കി വെച്ചിട്ടുണ്ട്. കുറേ നമുക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ, ആക്രിക്കാർക്ക് കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം ഞാനിതാ കുറച്ച് ചോറെടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ഉപ്മാവും ചായയും കുടിച്ചാണ്. പിന്നെ ഇടയിലൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ഞാനങ്ങനെ കേട്ടോ, എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ ഇടയിലൊന്നും കഴിക്കാൻ നിൽക്കില്ല. വേഗം അങ്ങനെ ഓരോന്ന് ചെയ്ത് തീർക്കാമെന്നല്ലാതെ അങ്ങനെ കുറച്ച് ചോറൊക്കെ എടുത്തത് കേട്ടോ കഴിക്കുകയാണ്. പക്ഷേ പണികൾ ഒരുങ്ങാതെ കഴിക്കാനും തോന്നില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ അത് തീർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുള്ളൂ.
അപ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം അടുത്ത് ഒന്നും കഴിയില്ല, 5 മണി എന്തായാലും ആവുന്നൊരു ചിന്ത വന്നപ്പോൾ വേഗം പോയിട്ട് കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 റൂമത്തെയും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വല്ല ഈ ആക്രിക്കാരെയും വിളിച്ചിട്ട് ഇതൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ കാക്കും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇത് വേണോ ഇത് വേണ്ടേ ആവശ്യമില്ലാത്തതാണോ അങ്ങനെ ചോദിക്കും കേട്ടോ ഓരോന്ന്. അപ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ തിരിച്ചും ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് കുറേ സാധനം അങ്ങനെ ഒഴിവാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ചാക്കിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ വാടക വീട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്പുറം ഇപ്പുറമുള്ളവരൊക്കെ പരിചയമായവരും അവർക്കൊക്കെ ഒരു ഞാൻ പോകാമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചേച്ചിക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു രസം ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്താ വെച്ചാൽ ഞങ്ങൾ കുറേ കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ സൈലൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമ്മൾ കുറേ കാലം നിന്ന് എല്ലാവരോടും നല്ല കമ്പനിയാണ് കേട്ടോ. നമ്മൾ പിന്നെ ആരായിട്ടും ഒരു പ്രശ്നത്തിനോ ഒരു ഇതിനും ഞാൻ പോവാറില്ല. എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ പണികൾ തീർക്കുക, ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോണും നോക്കിയിരിക്കുക എന്നല്ലാതെ അപ്പുറം ഇപ്പുറം പോയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക, അവരെ കുറ്റം ഇവരെ കുറ്റം അങ്ങനെ ഒരാളെ കാര്യത്തിലും ഞാൻ ഇടപെടാൻ പോവാറുമില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തോടു കൂടി നിന്നൊരു അതുകൊണ്ടാണ് എല്ലാവർക്കും നമ്മൾ വലിയ കാര്യം കേട്ടോ. അത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും ആ വിഷമം. ഒരുപാട് സ്നേഹിച്ച് പിന്നെ നമ്മളത് പിന്നെ കാണാതെയൊക്കെ ഇരിക്കുമ്പോഴുള്ളൊരു വിഷമവും ഇതൊക്കെ അതൊന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ് അല്ലേ. എനിക്ക് തന്നെ പോവാന്ന് പറയുമ്പോൾ ചേച്ചീനോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സങ്കടം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ പോയല്ലേ പറ്റൂ. നമ്മളെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളല്ലേ മനുഷ്യന്മാർക്ക് ഓരോരോ ഇത് വരുമ്പോൾ മാറിയേ പറ്റൂ. പിന്നെ ഇപ്പോൾ എന്തായാലും കാലാകാലം ഇപ്പോൾ ഒരാൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ലല്ലോ. നമുക്ക് നമ്മളതായ കാര്യങ്ങൾ അവർക്ക് അതുപോലെ അവരും പോവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നായാൽ നമ്മൾ ചുറ്റുവട്ടമുള്ളവരൊക്കെ പോവില്ലേ. അപ്പോൾ ഫ്രണ്ടിലുള്ള നമ്മളെ ഹിന്ദിക്കാരുണ്ടല്ലോ, അവർ ആ കുട്ടി പറയും കേട്ടോ എന്നോട്, താത്ത പോയാൽ ഇവിടെ രസമല്ല എന്ന് പറയും. അവൾക്ക് ഹിന്ദി മലയാളം കൂടി കലർന്നിട്ടൊക്കെയാണ് കേട്ടോ പറയുക. താത്ത പോയാൽ ഞങ്ങളും പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഇങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെയല്ലേ രാവിലെ എണീറ്റാണ് കാണുന്നതും അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ പറയുന്നത് ചിലപ്പോൾ അവൾക്ക് മനസ്സിലാവില്ല, അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ പിന്നെ കുട്ടികളോടും എല്ലാവരോടും നല്ല ഇതിലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്, കുട്ടികളായിട്ട് ഞാൻ പെട്ടെന്ന് അടുപ്പം കാണിക്കും. പിന്നെ നല്ല രസമാണ് കുട്ടികളായിട്ട് എന്ന് വെച്ചാൽ വലിയവരെക്കാട്ടിയും നല്ലത് കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഒരുക്കങ്ങളൊക്കെ അതാട്ടോ. ഓരോന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിടട്ടെ. 2 റൂമിലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ആവശ്യമില്ലാത്തൊക്കെ പുറത്തിട്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ മോനാണ് അതിൻ്റെ ആൾ കേട്ടോ. കൊടുക്കണ ആൾ ആരെങ്കിലും റോട്ടിൽ കൂടെ പോകണ കണ്ടാൽ അപ്പോൾ വിളിച്ചോണ്ട് വരും. ഞങ്ങളെ വീട്ടിൽ പഴയ കുറേ സാധനമുണ്ട് പോരിന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വരും കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ അതാ ചെയ്തത്. അങ്ങനെ പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ ആയിട്ട് കൊടുത്തിട്ട് അന്ന് എത്ര 500 സംതിങ് ഉറുപ്പ്യൊക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ എനിക്കും വേണം കേട്ടോ, ഇതൊക്കെ എനിക്കാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലത്തെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ റൂമുകളത്തെയൊക്കെ ഒന്ന് ഏകദേശം കഴിഞ്ഞേക്കണം. അലമാരയൊക്കെ ഞാൻ പുറത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അതാരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കാനോ വിചാരിച്ചിട്ടാണ്. ഇനി കട്ടിലുകളും മേശ അങ്ങനത്തെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പോകണം. നമ്മൾ പുതിയ പെരയ്ക്കായിട്ട് വേറൊരു സാധനം ഒന്നും വാങ്ങണില്ല കേട്ടോ. അവിടെ ഇനിയിപ്പോൾ പുതിയത് വാങ്ങിയിട്ട് ആകെ പൊടി പിടിച്ചിരിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ നിലം പണിയൊക്കെ ചെയ്യുമ്പോൾ ടൈൽസിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ആകെ പൊടികളും ഒക്കെ ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് വേണ്ട വെച്ചിട്ട് നമ്മൾ ഉള്ള സാധനങ്ങളും കൊണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലം അങ്ങനെയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൂട്ടരെ. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് വരാനും എല്ലാം വിചാരിച്ച പോലെ സാധിക്കാനും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.